ഒരുപാട് വേഗത്തിൽ പറയുന്നത് കൊണ്ടേ കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു പരാതിയല്ല, തീർച്ചയായിട്ടും അതൊരു വിമർശനമാണ്, കുറ്റപ്പെടുത്തലാണ്, പഴിക്കലാണ്. അപ്പം അത് കേട്ടതുകൊണ്ട് ഞാൻ കുറച്ച് പതുക്കെ പറയാനും പെറുക്കി പറയാനും ഒക്കെ ആയിട്ട് ശ്രമിക്കാം. വാക്കുകൾക്കിടയിലുള്ള അകലം പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കാം. ദൈവത്തിൻ്റെ അല്ല, നമ്മുടെ ഈ കേരളം ഇരകളുടെ സ്വന്തം നാടാണ്. ചെകുത്താന്റെ ബുദ്ധിയുള്ള ഇരകളുടെ സ്വന്തം നാട്, അല്ലെങ്കിൽ ഇരയുടെ വേഷം കെട്ടി പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്ന വേട്ടക്കാരുടെ സ്വന്തം നാടാണ് കേരളമെന്നും തീർച്ചയായിട്ടും പറയാം. മാധ്യമധർമ്മക്കാരുടെ രൂപത്തിലും ജനപ്രതിനിധികളുടെ വേഷത്തിലും ഉദ്യോഗധാരികളായിട്ടുള്ള അധികാരികളുടെ മട്ടിലുമൊക്കെ വരുന്ന വേട്ടക്കാരാൽ പൊതുസമൂഹം നിരന്തരം ഇരപ്പെടുകയാണ്. സത്യത്തിൽ ഇന്നലെയാണ് കേരളം ആദ്യമായി ഒരു അസൽ ഇരയെ കാണുന്നത്. സംശയിക്കണ്ട, നമ്മുടെ നിവിൻ പോളി തന്നെയാണ് ആ അസൽ ഇര. ആരോപിക്കപ്പെട്ട കുറ്റം ഇനി സത്യമാണെങ്കിൽ കൂടി, ഒന്നുകൂടി പോകാൻ ആവർത്തിക്കാം, ആരോപിക്കപ്പെട്ട കുറ്റം സത്യമാണെങ്കിൽ കൂടി ഈ അവസരത്തിൽ നിവിൻ പോളി ഇവിടെ ഇരപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ പറയാൻ തീർച്ചയായിട്ടും തക്കതായിട്ടുള്ള കാരണമുണ്ട്. ഈ അപായ സാഹചര്യങ്ങളിൽ നിന്നും സ്വന്തം വാലുമുറിച്ചൊരു പല്ലി രക്ഷപ്പെടുന്നത് പോലെ എതിർചേരിയിൽപ്പെട്ട നടന്മാർക്കെതിരെ നാരീ ബോംബുകൾ പൊട്ടിച്ചിട്ട് ലഹരി മാഫിയ രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കടലാസിൽ മാത്രമാണ് നമ്മൾ പരിഷ്കൃത സമൂഹമാവുന്നത്, അല്ലെങ്കിൽ പുരോഗമന ബുദ്ധിയുള്ള ഒരു സമൂഹമാണെന്ന സ്വന്തം ആരോപണത്തിൽ സ്വയം തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞുകൂടുകയാണ്. അല്പമെങ്കിലും പരിഷ്കൃത ബുദ്ധിയുള്ള ഒരു സമൂഹമായിരുന്നു നമ്മളെങ്കിൽ നാരീ ബോംബുകൾ പൊട്ടിച്ച് കേരളീയരെ ഇങ്ങനെ പരിഹസിച്ചും കബളിപ്പിച്ചും രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ലഹരി മാഫിയയെ നമ്മൾ അനുവദിക്കില്ലായിരുന്നു. ഇതിനിടയിൽ പോകൻ നേരത്തെ നടത്തിയിട്ടുള്ള ഒരു പ്രയോഗം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ശ്രദ്ധിച്ചോ? നടന്മാർക്കെതിരെ ബോംബാങ്കനകൾ ഇടതടവില്ലാതെ പൊട്ടുന്നതിനെ അതിനെ മുൻനിർത്തിക്കൊണ്ട് പോങ്ങൻ പറഞ്ഞതിൽ എതിർചേരിയിൽപ്പെട്ട എന്നൊരു പ്രയോഗം കടന്നു വന്നിരുന്നു. എതിർചേരിയിൽപ്പെട്ട ആ എതിർചേരി എന്ന പ്രയോഗം വളരെ വളരെ മനഃപൂർവ്വമാണ് പോങ്ങൻ നടത്തിയത്. അതിനെപ്പറ്റി ശകലം പറയാനാണ് പോങ്ങൻ വന്നത്. പക്ഷെ അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ പതിവ് പോലെ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. സകല സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സാമൂഹ്യ രാഷ്ട്രീയ കേരളം വളരെ ആവേശത്തോടെ ചർച്ച ചെയ്യുന്നത് പീഡനകാര്യം മാത്രമാണ്. വേറൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. നമുക്കിവിടെ ഒരു സർക്കാരുണ്ടെന്ന് പോലും വാസ്തുതയിൽ നമ്മൾ മറന്നു കഴിഞ്ഞു. ആരാണ് പ്രബുദ്ധ മലയാളികളുടെ വായിൽ പീഡനം തിരികെ വെക്കുന്നതെന്ന് ചിന്തിച്ചാൽ സംഗതിയുടെ ഗുട്ടൻസ് തീർച്ചയായിട്ടും പിടികിട്ടും, ആർക്കും പിടികിട്ടും. സാമാന്യ ബുദ്ധി കമ്മിയായിട്ടുള്ള ഒരു അടിമക്കണ്ണനിൽ പോലും ചെറിയൊരു ആലോചനയുടെ സഹായം കൊണ്ട് ബോധ്യമാവുന്ന ഒരു കാര്യം മാത്രമാണ് ബോംബാങ്കനകളുടെ ഈ പീഡന സ്ഫോടനത്തിന് പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം. പക്ഷെ ആലോചിക്കാനുള്ള ത്രാണിയെ പ്രബുദ്ധരുടെ അടിമബുദ്ധി അല്ലെങ്കിൽ ആ വിധേയത്വ വാസന അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് അവറ്റകൾ ഇങ്ങനെ കൂട്ടത്തോടെ കബളിപ്പിക്കപ്പെടുന്നത്. മാധ്യമ വ്യഭിചാരികളുടെ സഹായത്തോടെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് മലയാള സിനിമയെ പിടിമുറുക്കിയിരിക്കുന്ന ഈ മാഫിയ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പമെങ്കിലും സാമൂഹ്യ ബുദ്ധിയും കുറച്ചെങ്കിലും പൗരബോധവും ഉണ്ടായിരുന്നുവെങ്കിൽ പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ ശബ്ദമുയർത്തേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്ന ലഹരി സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ ആവണമായിരുന്നു എന്നുള്ളതാണ് നേര്, അല്ലെങ്കിൽ പോക്കൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ കള്ളുവിറ്റ് കക്കുന്ന ജനസേവന വ്യവസായികളുടെ കക്കൽ ശേഷിയെ മൂക്കറ്റം കള്ളുകുടിച്ച് സമുചിതം പ്രോത്സാഹിപ്പിക്കുന്ന മദ്യപ സമൂഹവുമുള്ള ഒരു നാട് ലഹരിക്കെതിരെ ശബ്ദിക്കുമെന്ന് കരുതുന്നതിൽ ന്യായമില്ല എന്നത് നേര്. മദ്യവും മദിരാക്ഷിയും മലയാള പുരുഷന്മാരുടെ പ്രബുദ്ധതയ്ക്ക് ഊടും പാവും തീർക്കുന്ന രണ്ട് ലഹരികളാണെന്നത് സത്യം. നിലവിൽ ഒരു തരം ലഹരിയോടും ആസക്തി പുലർത്താത്തതിനാൽ ഒട്ടും മനസാക്ഷി കുത്തില്ലാതെ ഈ പോങ്ങന് ലഹരി മാഫിയക്കെതിരെ തീർച്ചയായിട്ടും ഈ നിലപാടെന്നുള്ള വാക്ക് വായിൽ വരുമ്പോൾ തന്നെ വാസ്തവത്തിൽ ഒരു കയ്പുണ്ടാവാറുണ്ട്, ഒരു നാണക്കേടുണ്ടാവാറുണ്ട്. നിലപാട് എന്നുള്ളതിനെ മാറ്റി അങ്ങനെ ഒരു അഭിപ്രായം കൈക്കൊള്ളാൻ തീർച്ചയായിട്ടും പോകന് കഴിയും എന്നുള്ളതാണ് പോകൻ പറഞ്ഞതിന്റെ ചുരുക്കം. പക്ഷേ ചെറിയൊരു കുഴപ്പവുമുണ്ട് അങ്ങനെ പറയുന്നതിൽ.
ലഹരി മാഫിയയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മതവിദ്വേഷം പരത്തുന്നതിനാണ് കേസെടുക്കുക എന്ന് പറഞ്ഞു കേട്ടു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗുട്ടൻസ് എന്തായാലും ഉള്ളത് പറയാൻ പോങ്ങന് യാതൊരു പേടിയുമില്ല. അതിൻ്റെ ഗുട്ടൻസ് പോങ്ങൻ അറിയുകയും ചെയ്യാം, അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയുകയും ചെയ്യാം. കാശിഷബുവും ഓന്റെ ബീവി പട്ടം കെട്ടിയവളും ചേർന്ന് ലഹരി പാർട്ടി സംഘടിപ്പിക്കാറുണ്ട്. പോങ്ങൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ പോങ്ങൻ പറയുന്നതല്ല, പോങ്ങൻ ഉയർത്തുന്ന ആരോപണമല്ല. തമിഴ് ഗായികയായിട്ടുള്ള സുചിത്രയാണ് അങ്ങനെ ഒരു ആരോപണം ഉയർത്തിയത്. അതും ഈ കഴിഞ്ഞ 1-ാം തീയതി. മലയാളക്കരയിലെ മാധ്യമങ്ങൾ സംഗതി അറിഞ്ഞ ഭാവം കാട്ടിയില്ല. പ്രബുദ്ധർ ഒറ്റയ്ക്കോ കൂട്ടമായോ ഞെട്ടിയില്ല. സാംസ്കാരിക നായകൾ മൂരി നിവർത്തി ഓരിയിട്ടില്ല. എന്നാൽ പതിറ്റാണ്ട് പഴക്കമുള്ള ശാസ്ത്രത്തിന് പോലും തെളിവ് കണ്ടെത്താൻ ത്രാണിയില്ലാത്ത ഏതെങ്കിലും ഒരു പീഡനവുമായി ഒരു ബോംബാങ്കന സമൂഹ മധ്യത്തിൽ വീണു പൊട്ടിയാൽ മലയാളക്കര സമൂലം ഞെട്ടും. മാധ്യമധർമ്മക്കാരന്മാർ മോഹാത്സ്യപ്പെട്ടും മലക്കും. മാധ്യമധർമ്മക്കാരികൾ പ്രഹരശേഷി കൂടിയ വെടിച്ചു കുട്ടികൾക്കൊപ്പം നിന്ന നിൽപ്പിൽ ട്രോമപ്പെടും. സാംസ്കാരിക നായകൾ ഏറുകൊണ്ട പോലെ മോങ്ങും. ഹേമ കമ്മിറ്റി വന്നതും ഈ സ്പെഷ്യൽ ടീമിനെ കുറിച്ച് ഞാൻ അറിയാനുണ്ടായത്. അപ്പം നമുക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടും. ലിംഗനീതി മാനിക്കാതെ തീർത്തും പക്ഷപാതപരമായി തീന്മേശയിൽ പൊരിച്ച മത്തി വിളമ്പിയ പെറ്റതള്ളയുടെ സമത്വ ബുദ്ധിയുടെ അഭാവത്തോടുള്ള പ്രതിഷേധമായി കൊടും ഫെമിനിസ്റ്റ് ആയവളാണ് കാശിഷബുവിന്റെ ബീവി പട്ടം കെട്ടിയ ആ രസികത്തി. ഓളും ലൈംഗിക പങ്കാളിയും കൂടി ലഹരി പാർട്ടി നടത്തുന്ന കാര്യം പുറത്തു വന്നപ്പോൾ മാധ്യമ ധർമ്മക്കാരന്മാരും ധർമ്മക്കാരികളും സമ്പൂർണ്ണ മൗനത്തിലായിരുന്നു, അല്ലെങ്കിൽ മൗനത്തിലേക്ക് മറഞ്ഞുപോയവർ. എന്തുകൊണ്ടാണ് ലഹരി മാഫിയയും മാധ്യമ മാഫിയയും സംയുക്തമായി കേരളത്തെ തീർത്തും സുടുഭൂമിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നേരെ. ആ നീക്കം കാണാൻ കഴിവില്ലാത്തവരാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ അധികമായും ഉള്ളത്. അത് ചെറിയൊരു പ്രശ്നമല്ല. പൊരിമത്സ്യാസക്തയുടെയും ഓളുടെ പുരുഷ ബീവിയുടെയും നേതൃത്വത്തിലുള്ള ലഹരി പാർട്ടിയെ വെറുമൊരു ആരോപണമായി മാറ്റാൻ ദന്തനിരകൾ പിളർത്തി നാവ് ചുഴറ്റി വേശ്യാ നെറ്റ്വർക്കിലുള്ള ഒരു മാധ്യമ ധർമ്മക്കാരി ചാടി വീണത് പോകാൻ കണ്ടു. സാമാന്യ ബോധമുള്ളവർക്ക് കാര്യം തിരിയും. ആ നീക്കത്തിന് പിന്നിലുള്ള കുബുദ്ധി എന്താണെന്നുള്ളത് സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാവും. ആ മാധ്യമ ധർമ്മക്കാരിയുടെ കൂറ് തീർച്ചയായും പുല്ലുപുകയപ്പടയ്ക്കൊപ്പമാണ്. അതിൽ യാതൊരു സംശയവും ഈ പോങ്ങനില്ല. കാശിഷബുവിന്റെയും ഓന്റെ ലൈംഗിക പങ്കാളിയായിട്ടുള്ള പൊരിമത്സ്യാസക്തയുടെയും നേരെ ഉയർന്നു ചെന്നിട്ടുള്ള ലഹരി പാർട്ടി ആ ആരോപണത്തെ മറയ്ക്കാനാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ഒരു ബോംബാങ്കന പൊട്ടി വീണത്. എന്തുകൊണ്ടാണ് നിവിൻ പോളി? ഒന്നേ ഉള്ളൂ കാര്യം. പോങ്ങൻ ആദ്യം പറഞ്ഞ പോലെ നിവിൻ പോളി എതിർചേരിയിൽപ്പെട്ടവൻ. മട്ടാഞ്ചേരി മാഫിയയുടെ പ്രിയക്കാരിൽപ്പെട്ടവനല്ല. ദിലീപിന്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഈ നിവിൻ പോളി കിട്ടിയോ? ഈ പീഡനാരോപണങ്ങൾക്കൊക്കെ ഇരപ്പെട്ട ആളുകളെ ഒന്ന് എടുത്തു നോക്കൂ. ഈ ബോംബാങ്കനകളിൽ ഒരാളുടെ നാവിൽ നിന്ന് പോലും മട്ടാഞ്ചേരി മാഫിയയ്ക്കൊപ്പമുള്ള ഒരു നടന്റെ പേര് അറിയാതെ പോലും പൊട്ടിവീണിട്ടില്ല. അതുപോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ നടന്ന മയക്കുമരുന്ന് വേട്ടയിൽ പിടിയിലായിട്ടുള്ള ആളുകളുടെ പേരുകൾ സസൂക്ഷ്മം ഒന്ന് പരിശോധിക്കണം. മതം ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്ന കൂട്ടരിൽപ്പെട്ട ആളുകളുടെ എണ്ണം പിടിക്കപ്പെട്ട പ്രതികളിൽ എത്ര ശതമാനം വരും? തീർച്ചയായിട്ടും ഒന്ന് നോക്കൂ. ലഹരി മാഫിയയ്ക്കെതിരെ പറയുന്നത് മതവിദ്വേഷത്തിൽ കൊള്ളുന്നത് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും അപ്പോൾ മനസ്സിലാവും. ഈ ഹരിത നവകേരള മതേതര സുടുഭൂമിയിൽ കാശിഷബുമാർ രക്ഷപ്പെടുന്നത് മതനാമം പരിചയാക്കിക്കൊണ്ടാണ്. സഖാവാണ്, വിപ്ലവകാരിയാണ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദിയാണ്. പക്ഷെ ഓന്റെ പേര് പറഞ്ഞാൽ ഓന്റെ മതനാമത്തിന് നോവും. പുല്ലുപുകയപ്പടയുടെ ഒപ്പം നിൽക്കുന്ന മാധ്യമധർമ്മക്കാരെ മാധ്യമ മാഫിയയുടെ ഭാഗമായി പൊതുസമൂഹം കണ്ട് അകറ്റി നിർത്തണം. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല. അവർക്കൊപ്പമാണ് ആൾക്കൂട്ടം. ദൗർഭാഗ്യവശാൽ അവർക്ക് അനുകൂലമായി നിലകൊള്ളുന്ന വ്യക്തികൾക്കും വാർത്തകൾക്കും ലഭിക്കുന്ന സ്വീകാര്യത നമ്മുടെ നാടിൻ്റെ അധപ്പതനത്തെയാണ് കാണിക്കുന്നത്. നിവിൻ പോളിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ലഹരി മാഫിയയെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു എളിയ അഭ്യർത്ഥന. തെളിവില്ലാത്ത പീഡനങ്ങളെയല്ല, വെളിവില്ലാത്ത ഒരു തലമുറയെ സമൂഹത്തിന് സമ്മാനിക്കാൻ യത്നിക്കുന്ന ലഹരി മാഫിയയാണ് സാമാന്യ ബോധമുള്ള മനുഷ്യർ വളരെ ഗൗരവത്തോടെ കാണേണ്ടത്. കഴിഞ്ഞ കുറച്ചു കാലമായി മലയാള സിനിമകൾ ശ്രദ്ധയോടെ കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ടറിയാം ഏത് നിലയിലാണ് ലഹരിയെ അവർ നിസാരവൽക്കരിച്ച്, അല്ലെങ്കിൽ അതിനെ ഒരു നിസാര സാമൂഹ്യ കാര്യമായിട്ടുള്ള അസ്വാഭാവികമല്ലാത്ത ഒരു കാര്യമായി അവതരിപ്പിക്കുന്നതെന്ന് തീർച്ചയായിട്ടും
കണ്ടു മനസ്സിലാക്കാൻ കഴിയും ശ്രദ്ധയോടുകൂടി സിനിമ കാണുന്നവർക്ക്. കഴിഞ്ഞ കുറച്ചു കാലമായി മലയാളത്തിൽ സംഭവിക്കുന്ന സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഒരു ഫേസ്ബുക്ക് ആക്ടിവിസ്റ്റിൻ്റെ ഒരു കുറിപ്പിനേക്കാൾ മേളിലല്ല അതിൻ്റെ ഒന്നും നിലവാരവും യോഗ്യതയും. ഒരു ചലച്ചിത്ര പോസ്റ്റ്, ഒരു ഇടത് ഉൽപ്പതിഷ്ണുവിൻ്റെ യാതൊരു നിലവാരവുമില്ലാത്ത ഒരു ചലച്ചിത്ര പോസ്റ്റ്, അതുമാത്രമായി പല സിനിമകളും ചുരുങ്ങിപ്പോകുന്നുണ്ട്. ജീവിതമില്ലാത്ത ഒരു മനുഷ്യ സമൂഹമായി നവമാധ്യമ ജീവികൾ മാറുന്നത് പോലെയാണ് മലയാള സിനിമ കണ്ടു കഴിഞ്ഞാൽ. ഞാനൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടു. ഒരു മധ്യവയസ്കനാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന പ്രായത്തിലെത്തിക്കഴിഞ്ഞു. കണ്ടാൽ വൃദ്ധനാണ് എന്ന് തോന്നുമെങ്കിലും ഒരു മധ്യവയസ്കൻ എന്ന് പറയുന്ന ഒരു പ്രായനിലയുമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു അമ്മാവൻ എന്നുള്ള വിളി തീർച്ചയായിട്ടും പോകാൻ അർഹിക്കുന്നുണ്ടാവും. ഞാനൊരു അമ്മാവത്തരം പറയുന്നതല്ല. പഴയകാല കാര്യങ്ങളെ ഗൃഹാതുര സ്മരണയോടുകൂടി അതെന്തോ കേമപ്പെട്ട ഒന്നാണ് എന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മാവനല്ല വാസ്തവത്തിൽ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കില്ലെങ്കിൽ പോലും പഴയ കാലത്തെ നന്മയും നിറവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ, ഈ കാലത്തും സ്വബോധത്തോടെ ജീവിക്കുന്ന, പഴയ കാലത്തെ മറന്നുപോവാത്ത ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും പരിതാപകരമാണ് ഇന്നത്തെ മലയാള സിനിമയുടെയും അതിൻ്റെ പ്രേക്ഷകരുടെയും നിലവാരം എന്ന് പറയുന്നത്. നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് കീഴിൽ വരുന്ന ചില പ്രബുദ്ധരുടെ കമൻറ്റുകൾ കാണുമ്പോൾ ബുദ്ധികെട്ട മനുഷ്യരെ കൊണ്ട് നമ്മുടെ സമൂഹം നിറഞ്ഞല്ലോന്ന ദുഃഖമാണ് വാസ്തുവിൽ തോന്നുന്നത്. തീയില്ലാതെ പുകയുണ്ടാവുമോ സഹോദര എന്നാണ് ഒരു ശുദ്ധ പ്രബുദ്ധന്റെ സന്ദേഹം. പുകയന്മാരും പുകച്ചികളും നിവിൻ പോളിയുടെ മാനത്തിന് കൊളുത്തിയ തീയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിവിൻ പോളി ആളി പുകയുമ്പോൾ അതിൽ മറയുന്നത്, ആ പുകയിൽ മറയുന്നത് യഥാർത്ഥത്തിൽ പുല്ലുപുകയപ്പടയാണ്, ലഹരി മാഫിയയാണ്. അതും മനസ്സിലാക്കാൻ പോലുമുള്ള സൈദ്ധാന്തിക ത്രാണി നമ്മുടെയൊക്കെ തലയിൽ അവശേഷിക്കാതെ പോയാൽ പിന്നെ ഈ നാടിൻ്റെ കഥ കഴിഞ്ഞുവെന്ന് കൂട്ടിയാൽ മതി. പോകൻ അത് മാത്രമേ പറയാനുള്ളൂ. വാസ്തവത്തിൽ പോകൻ ഇവിടെ കിടന്ന് കുരയ്ക്കുന്നത് പലപ്പോഴും ഇടതുവിരുദ്ധമായിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു പിണറായി വിരുദ്ധൻ എന്ന് പറയുന്ന ഒരു തോന്നൽ പലപ്പോഴും ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിലും ഉള്ളത് പറയാം. സത്യത്തിൽ നമ്മുടെ സഖാക്കളല്ല പ്രശ്നം. ഇടത് ഉൽപ്പതിഷ്ണുക്കൾ എന്ന പേരിൽ നടക്കുന്ന കുറച്ച് നവമാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ ഹാഷി ഷബുവിനെ പോലുള്ള സഖാക്കളും അന്തകമ്മികളും, അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിന് ശാപമായി മാറുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരിപൂർണമായിട്ടും അത്തരക്കാർ കീഴടക്കി കഴിഞ്ഞു. അതാണ് സംഭവിക്കുന്നത്. ശുദ്ധ സഖാക്കൾക്ക് നിലനിൽപ്പില്ല. അല്പമെങ്കിലും ഒരു ആദർശ ശുദ്ധിയുണ്ട്, സാമൂഹ്യ ബോധമുണ്ട്, മനുഷ്യപ്പറ്റുണ്ട്, അഴിമതിയോട് അത്ര കണ്ട് താല്പര്യമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സഖാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ ഒതുക്കും. പാർട്ടിയുടെ പരിസരത്ത് അവനെ അടുപ്പിക്കില്ല, അവനെ വളരാൻ വിടില്ല. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ചലച്ചിത്ര ലോകത്തെ അടക്കി ഭരിക്കുന്ന ലഹരി മാഫിയയും അതുപോലെ തന്നെ മാധ്യമ വ്യഭിചാരികളായിട്ടുള്ള മാധ്യമ മാഫിയയും ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കുകയും അതുവഴി കേരളത്തെ പരിപൂർണമായിട്ടും ഒരു സുടുഭൂമിയാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതാണ് നടക്കുന്നത്. പരിപൂർണമായിട്ടും ലഹരി മാഫിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. സാധാരണ മനുഷ്യർ ഇതിൽ ഹരം കൊണ്ടുകൊണ്ട്, ഈ പീഡന കാര്യങ്ങളിൽ ഹരം കൊണ്ടുകൊണ്ട് ഇത്തരം വാർത്തകൾക്ക് വലിയ തരത്തിലുള്ള സ്വീകാര്യത നൽകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കച്ചവടവും നടക്കും. അവരുടെയൊക്കെ മനസ്സിൽ ഒരുപക്ഷെ ഈ ഹാഷി ഷബുവിൻ്റെയൊക്കെ തനിനിറം മനസ്സിലാക്കാതെ അയാളെ പിന്തുണയ്ക്കുന്ന ആളുകളോട് ആ മനുഷ്യനൊക്കെ പേറുന്ന പുച്ഛം എത്ര വലുതായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ആ മനുഷ്യനൊക്കെ തീർച്ചയായിട്ടും പോകനെ പോലുള്ള ആളുകളോട് ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിക്കുന്നുണ്ടാവും, ഒരു നായിൻ്റെ മോനെങ്കിലും എന്നെ തിരിച്ചറിയുന്നുണ്ടല്ലോ. അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കിഴങ്ങനെങ്കിലും ഒരു പോങ്ങനെങ്കിലും ഈ നാട്ടിലുണ്ടല്ലോ എന്ന് പറയുന്നൊരു ആശ്വാസം അവർക്ക് തോന്നും. അവൻ്റെയൊക്കെ ആസനം താങ്ങിക്കൊണ്ട് നടക്കുന്ന ഈ പറയുന്ന അടിമബുദ്ധരെ, വിധേയത്വവാസന മാത്രമുള്ള അടിമക്കണ്ണന്മാരെ തീർച്ചയായിട്ടും അവർക്കൊക്കെ പുച്ഛം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ ഇത്തരം പീഡന വാർത്തകളുടെ പിന്നാലെ പോകരുത്. ഇത് മുഴുവൻ തട്ടിപ്പാണ്. ലഹരി മാഫിയയുടെ അല്ലെങ്കിൽ പുല്ലുപുകയ പടയുടെ ആയുധ ശേഖരത്തിലുള്ള ബോംബാങ്കനകൾ, അവരാണ് ഈ പൊട്ടി വരുന്നത്. ഒരു ആയുധം മാത്രമാണ്, അത്ര മാത്രമേ ഉള്ളൂ. ഒരു യുദ്ധോപകരണം മാത്രമാണ് ഈ പറയുന്ന വെടിച്ചുകുട്ടികൾ. കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികളുടെ മാനം ഈ പറയുന്ന കൂട്ടരാൾ കവരപ്പെടുന്നുണ്ട്. അവർക്ക് ആർക്കും നീതി ലഭിക്കുന്നില്ല. അവരെ ആരെയും അറിയുന്നു പോലുമില്ല നമ്മളൊന്നും. ഒരു നടൻ എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോംബാങ്കന വന്നു കഴിഞ്ഞാൽ അവളുടെ
പോലും കിട്ടുകയാണ് താരപ്പകിട്ട്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ ഇത്രയും വിഡ്ഢികളായി മാറരുത്. പോങ്ങൻ ഇവിടെ കിടന്ന് കുരയ്ക്കുന്നത് മുഴുവൻ അതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് ഓരോ മനുഷ്യനോടുമായിട്ടാണ് പോങ്ങൻ ഇത് പറയുന്നത്. നമ്മളൊക്കെ തീർച്ചയായിട്ടും നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കണം. നമ്മൾ സാമൂഹ്യ ജീവിയാണ്, അത് സമ്മതിച്ചു. പക്ഷെ എന്ന് കരുതിക്കൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യുകയും നമ്മളെ കബളിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കുണ്ടി താങ്ങിക്കൊണ്ടല്ല നമ്മൾ സാമൂഹ്യ ജീവിതം നയിക്കേണ്ടത്. കുറച്ചൊക്കെ ഒരു പൗരബുദ്ധി വേണം, കുറച്ചൊക്കെ സാമൂഹ്യ ബോധം വേണം, കുറച്ചൊക്കെ ജനാധിപത്യ ചിന്ത വേണം. അടിമബുദ്ധിയല്ല സാമൂഹ്യ ബുദ്ധി എന്ന് പറയുന്നത്. ഒരു പാർട്ടിയുടെയോ ഒരു മതത്തിൻ്റെയോ അന്ധമായ ഒരു അണി മാത്രമായി ഒരാൾ ചുരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതാണ് പോകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിവതും പറ്റുമെങ്കിൽ കഴിവതും ഒരു സ്വതന്ത്ര ബുദ്ധിയോടുകൂടി ചിന്തിക്കുക. നമ്മളിപ്പോൾ നിലവിൽ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതുമാത്രമാണ് സത്യം. ഹേമ കമ്മിറ്റി വന്നതും ഈ സ്പെഷ്യൽ ടീമിനെ കുറിച്ച് ഞാൻ അറിയാനുണ്ടായത്. അപ്പം നമുക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടും.